നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്ന ചിലരുള്ളിൽ നിങ്ങളെ വെറുക്കുന്നവരാണെങ്കിൽ ഇന്നുതന്നെ അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാം. നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? സത്യം അതല്ല. നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കുന്നവരിൽ ചിലർ നിങ്ങൾ വീഴുന്നത് കാണാൻ കാത്തിരിക്കാം. ചിലർ നിങ്ങളുടെ മുന്നിൽ നല്ല സുഹൃത്തുക്കളായി അഭിനയിക്കും. പക്ഷേ പിന്നിൽ നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുകയും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഒരു വലിയ ചോദ്യം, അവരെ എങ്ങനെ തിരിച്ചറിയാം? അസൂയുള്ള ആളുകൾ പലപ്പോഴും പുറത്തു കാണിക്കാത്ത ചില രഹസ്യ ലക്ഷണങ്ങൾ കാണിക്കും. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് അസൂയ തോന്നുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള 10 ശക്തമായ സൂചനകൾ നമുക്ക് വിശദമായി നോക്കാം. അവസാനം പറയുന്ന ലക്ഷണം കേട്ടാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ചിലരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. നിങ്ങൾ വിജയിക്കുമ്പോൾ ചിലരുടെ മുഖം മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, മറ്റൊരു കാരണം കൊണ്ടാണ്. അസൂയ മനുഷ്യരിൽ ഏറ്റവും സാധാരണമായ ഒരു വികാരമാണ്. പക്ഷേ അതേസമയം ഏറ്റവും അപകടകരമായ വികാരങ്ങളിൽ ഒന്നുമാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ജീവിതം, വിജയം, സമ്പത്ത്, സൗന്ദര്യം, ബന്ധങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ കണ്ടപ്പോൾ ഉള്ളിലുണ്ടാകുന്ന അസ്വസ്ഥതയാണ് അസൂയ. പലപ്പോഴും അസൂയുള്ളവർ അത് തുറന്നു പറയില്ല. അവർ ചിരിക്കും, അവർ അഭിനന്ദിക്കും, അവർ സുഹൃത്തായി അഭിനയിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം കത്തിക്കൊണ്ടിരിക്കും. ഇയാൾക്ക് ഇതെങ്ങനെ കിട്ടി? എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അതുകൊണ്ടാണ് അസൂയ പലപ്പോഴും ഒരു മറഞ്ഞ ശത്രുവായി മാറുന്നത്. ജീവിതത്തിൽ നിങ്ങൾ മുന്നേറാൻ തുടങ്ങുമ്പോൾ, പുതിയ വീട് വാങ്ങുമ്പോൾ, നല്ല ജോലി നേടുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ജനപ്രീതി ലഭിക്കുമ്പോൾ, അപ്പോഴാണ് ചിലരുടെ യഥാർത്ഥ മുഖം പുറത്തുവരുന്നത്. പക്ഷേ അസൂയുള്ളവർ ആദ്യം കാണിക്കുന്ന ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയാമോ? നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല, എന്നിട്ടും ചിലർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം അസൂയ പലപ്പോഴും നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടല്ല ഉണ്ടാകുന്നത്. നിങ്ങൾ നേടിയ നേട്ടങ്ങളാണ് അതിന് കാരണം. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ സന്തുഷ്ടനാണെങ്കിൽ മറ്റൊരാളുടെ വിജയത്തിൽ അവൻ സാധാരണ സന്തോഷിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ നിരാശയും അസംതൃപ്തിയും നിറഞ്ഞ ഒരാൾക്ക് മറ്റൊരാളുടെ വിജയം സഹിക്കാൻ പ്രയാസമാകും. നിങ്ങളൊരു പുതിയ കാർ വാങ്ങി, ഒരു നല്ല ജോലി നേടി, ഒരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജനപ്രീതി നേടി. ഇവയെല്ലാം ചിലർക്ക് പ്രചോദനമാകാം. എന്നാൽ ചിലർക്ക് അത് അസൂയയുടെ കാരണമാകും. അവർ നിങ്ങളെ നോക്കി ചിന്തിക്കും, ഇയാൾക്ക് ഇത്രയും ഭാഗ്യം എങ്ങനെ കിട്ടി? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ. അവിടെയാണ് അസൂയയുടെ തുടക്കം. അസൂയ ഉള്ളവർ പലപ്പോഴും നിങ്ങളെ വെറുക്കുന്നില്ല. അവർക്ക് നിങ്ങളുള്ളത് ഇല്ലാത്തതിനാലാണ് അവർ വിഷമിക്കുന്നത്. അതാണ് വലിയ സത്യം. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 സുഹൃത്തുക്കളെ ചിന്തിക്കൂ. ഒരാൾക്ക് പ്രമോഷൻ ലഭിച്ചു, മറ്റേയാൾക്ക് ലഭിച്ചില്ല. ആദ്യ ദിവസം അവൻ ചിരിച്ചുകൊണ്ട് അഭിനന്ദിച്ചേക്കാം. പക്ഷേ ഉള്ളിൽ ഒരു നിരാശ വളരാൻ തുടങ്ങും. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് അസൂയയായി മാറും. അസൂയ പിന്നീട് വിമർശനമായും കുറ്റം പറയലായും പിന്നിൽ സംസാരിക്കലായും മാറും. പക്ഷേ അസൂയുള്ളവർ ആദ്യം പുറത്തു കാണിക്കുന്ന ലക്ഷണം എന്താണെന്നറിയാമോ? അവർ നിങ്ങളെ പ്രശംസിക്കും. പക്ഷേ ആ പ്രശംസയിൽ ഒരു അപകടകരമായ രഹസ്യം ഒളിഞ്ഞിരിക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന വ്യക്തി തന്നെയാകാം നിങ്ങളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്ന വ്യക്തി. എങ്ങനെയെന്നറിയണോ? പലർക്കും അസൂയ തുറന്നു കാണിക്കാൻ ധൈര്യമില്ല. കാരണം അത് അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. അതിനാൽ അവർ മറ്റൊരു വഴി തിരഞ്ഞെടുക്കും. വ്യാജ പ്രശംസ. പുറമേ നോക്കുമ്പോൾ അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നതുപോലെ തോന്നും. പക്ഷേ അവരുടെ വാക്കുകളിൽ ചെറിയൊരു വിഷം ഒളിഞ്ഞിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ വീട് വാങ്ങി. അവർ പറയും, വീട് കൊള്ളാം. പക്ഷേ ലോൺ ഭാരം കൂടുതലായിരിക്കില്ലേ? നിങ്ങൾ നല്ല ജോലി നേടി. അവർ പറയും, ജോലി നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ആ കമ്പനിയിൽ സ്ഥിരത കുറവാണെന്ന് കേട്ടു. അസൂയ ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ സ്വഭാവങ്ങളിലൊന്നാണ് നിങ്ങളുടെ വിജയത്തിന്റെ മൂല്യം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങളുടെ നേട്ടം അംഗീകരിച്ചാൽ അവരുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് അവർ സ്വയം ആശ്വസിക്കാൻ ഒരു വഴി കണ്ടെത്തും. അത് നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കലാണ്. നിങ്ങളൊരു നല്ല ജോലി നേടി. അവർ പറയും, അത് ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. നിങ്ങൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി. അവർ പറയും, ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ നേട്ടം കണ്ടാൽ അഭിമാനിക്കും. അവർ പറയും, നീ അതിന് അർഹനാണ്. നിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണിത്. പക്ഷേ അസൂയുള്ളവർക്ക് അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അസൂയ ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ് നിരന്തരം താരതമ്യം ചെയ്യൽ. നിങ്ങളൊരു നേട്ടം കൈവരിച്ചാൽ അവർ അത് ആഘോഷിക്കില്ല. പകരം അവർ പറയും, അത് നല്ലതാണ്. പക്ഷേ അജിത്ത് അതിലും വലിയ വീട് വാങ്ങിയല്ലോ. നിന്റെ ശമ്പളം നന്നായിട്ടുണ്ട്. പക്ഷേ രാഹുലിന്റെ ശമ്പളം കൂടുതലാണ്. അസൂയ ഉള്ളവർ നിങ്ങളുടെ വിജയത്തെ നേരിട്ട് ആക്രമിക്കാറില്ല. പകരം മറ്റൊരാളുടെ നേട്ടം മുന്നിൽ നിർത്തി നിങ്ങളുടെ സന്തോഷം കുറയ്ക്കാൻ ശ്രമിക്കും. അവർക്ക് തോന്നും, ഇവൻ സന്തോഷിക്കരുത്,